ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വേസ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ എടുത്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയത് ഈ കളറാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അടിഭാഗം സീൽഡ് ആയിട്ടുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് ഓണത്തിന് പറ്റിയൊരു ക്രാഫ്റ്റ് ആയിരുന്നു. അടുത്ത ഓണത്തിന് നിങ്ങളിത് എന്തായാലും ചെയ്തു നോക്കുക. പിന്നെ ഇതേപോലെ ഇതിൻ്റെ മേൽഭാഗവും കൂടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതായത് നടുക്കത്തെ ഭാഗം മാത്രം മതി നമുക്ക്. ഇനി ഞാൻ അതൊന്ന് ഊത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഞാൻ അതൊന്ന് മടക്കി കൊടുക്കുകയാണ്. 2 മടക്കാണ് ഞാൻ മടക്കി കൊടുക്കുന്നത്. എന്നിട്ട് ആ മടക്കിൻ്റെ സെൻറ്ററിൽ കൂടെ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ ഇതേപോലത്തെ 2 ഷീറ്റ് നമുക്ക് കിട്ടും. അതും കൂടെ ഒന്ന് കട്ടാക്കിയിട്ട് നമുക്ക് ഇതേപോലത്തെ 8 പീസ് കിട്ടും. കണ്ടില്ലേ, ഞാൻ ഇതേപോലെ 8 പീസാണ് എനിക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് ഒരു കവറിൽ നിന്ന്. ഇനി ഞാൻ ഇതെല്ലാം കൂടെ അടുക്കി പെറുക്കി വെച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ഒരു 6 ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതേപോലെ നൂല് വെച്ചിട്ട് അതിൻ്റെ നടുക്കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടണം. അഴിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ കെട്ടണം. ഈ ഒരു സാധനം അതിൻ്റെ ഓരോ ലെയറായിട്ട് നമുക്ക് അതൊന്ന് വിടർത്തി കൊടുക്കാം. അതായത് ഇപ്പോൾ 8 ലെയറാണ് ഒരു സൈഡിൽ. ആ സൈഡിൽ ഓരോ ലെയറായിട്ട് നമുക്ക് മേളിലേക്കായിട്ട് വിടർത്തി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു സൈഡ് ഫുൾ ഇതേപോലെ വിടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ഇതേപോലെ ഇതൊന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇത് ശരിക്കും ഒരു മഞ്ഞ കളറും ഓറഞ്ച് കളറും വെച്ചിട്ടുള്ള കളറിലാണ് ചെയ്യുന്നതെങ്കിൽ ശരിക്കും ജമന്തി പൂ പോലെ ഇരുന്നേനെ. ക്യാമറയിൽ അത് ശരിക്കും കാണുന്നതെന്നറിയില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്.
കണ്ടില്ലേ, ഉണ്ടാക്കാൻ വളരെ എളുപ്പമായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ 3 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.